നമ്മൾ മഴയിൽ മുങ്ങുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തുവരികയാണ്. ജൂലൈ 31 പകൽ 3 മണിക്ക് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് ലഭിക്കുകയാണ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കാലാവസ്ഥ അതീവ ഗൗരവതരമാകും, പ്രളയമടക്കമുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് വരികയാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാർ ആ മുന്നറിയിപ്പ് ലഭിച്ചിട്ടും നടത്തിയത് വലിയ അലംഭാവം എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നത്. കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയില്ല. അതിന്റെ ഭാഗമായിട്ടാണ് പലയിടങ്ങളിലും മിന്നൽ പ്രളയമുണ്ടായപ്പോൾ ആളുകൾക്ക് അവരുടെ സാധനങ്ങൾ മാറ്റാൻ പോലും അവസരം കിട്ടാതിരുന്നത്. നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിൽ ആളുകൾക്ക് സുരക്ഷിതരാകാൻ കൂടുതൽ സമയം ലഭിക്കുമായിരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ് ഇതുപോലുള്ള ഈ കാലവർഷക്കെടുതിയുടെ സമയത്ത്. പക്ഷേ സംസ്ഥാന സർക്കാർ അതിനെ പൂർണ്ണമായും അവഗണിച്ചു. കാലാവസ്ഥാ വകുപ്പിന്റെ ഓറഞ്ച് ബുക്കിനെ പൂർണ്ണമായും അവഗണിച്ചു എന്ന വിവരങ്ങൾ വരികയാണ്. നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. നോക്കാം, എന്താണ് സംസ്ഥാനത്ത് ഈ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ച വീഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നൃപൻ, അതായത് ജൂലൈ 31 പകൽ 3 മണിക്ക് സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പ് കിട്ടുകയാണ്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ കാലാവസ്ഥ അതീവ ഗൗരവതരമാകും, പ്രളയമടക്കമുള്ള സാധ്യതകളുണ്ട്, അതിനുവേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന്. ആ മുന്നറിയിപ്പിനോട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ആ നിർദ്ദേശത്തോട് സംസ്ഥാന സർക്കാർ പ്രതികരിച്ചത് വളരെ അലംഭാവത്തോടെയായിരുന്നു. തീർച്ചയായും മനു, അങ്ങനെ തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നേരത്തെ നമ്മൾ മുഖവരയായി പറഞ്ഞതുപോലെ കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നും ഒപ്പം തന്നെ കാലാവസ്ഥാ നിരീക്ഷകരും അത് സംബന്ധിച്ച സ്ഥിരീകരണം പലരും പരസ്യമായി തന്നെ അഭിപ്രായം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ജൂലൈ മാസം, അതായത് കഴിഞ്ഞ 31-ാം തീയതി 3 മണിക്കാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ വ്യക്തമായ അലർട്ട് സംസ്ഥാനത്തിന് ലഭിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റിയും വ്യക്തമായ ഈ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ ആദ്യ മണിക്കൂറുകളിൽ സംസ്ഥാനം കൈക്കൊള്ളേണ്ട, പ്രത്യേകിച്ച് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട റവന്യൂ വകുപ്പ് ഇതിൻ്റെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ, ഒപ്പം തന്നെ ആൾക്കാരെ ഒഴിപ്പിക്കുന്നതിന് അലർട്ടുകൾ പ്രഖ്യാപിക്കുന്നതിനും നേരത്തെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നതിനും സംസ്ഥാനത്തിന് വലിയ തരത്തിലുള്ള വീഴ്ച പറ്റിയിട്ടുണ്ട്. ആ ആദ്യ മണിക്കൂറിലെ വൈകലാണ് കാലാവസ്ഥ ഗൗരവത്തോടുകൂടി അതിശക്തമായ പ്രളയത്തിലേക്ക് സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് വ്യക്തമായ റെഡ് മാർക്ക് ചെയ്ത പ്രദേശങ്ങളടക്കം അടയാളപ്പെടുത്തിയാണ് ഈ ജൂലൈ 31-ന് 3 മണിക്ക് വരുന്ന കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ അലർട്ടിൽ പറയുന്നത്. ഈ അലർട്ട് അനുസരിച്ചുള്ള ജാഗ്രതാ നടപടികൾ എടുത്തില്ല എന്ന് തന്നെയാണ് വ്യക്തമായി പറയുന്നത്. അതിൽ കേരളത്തിൽ അടുത്ത 2 ദിവസം കനത്തതോ അത്യന്തം കനത്തതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന തലക്കെട്ടോടുകൂടി 7 പേജുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയത്. ആഗസ്റ്റ് 1 മുതൽ പ്രളയ സാധ്യത പ്രദേശങ്ങൾ അടയാളപ്പെടുത്തിയ ഭൂപടത്തിൽ കണ്ണൂർ, കോഴിക്കോട്, വയനാട്, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ റെഡ് അലർട്ടും അടയാളപ്പെടുത്തിയിരുന്നു. ഇതനുസരിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാന സർക്കാരിന് വ്യക്തമായ നിർദ്ദേശം, കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ അലർട്ട് അനുസരിച്ചുള്ള പ്രത്യേക ഓറഞ്ച് ബുക്ക്, അതായത് പ്രത്യേകം സ്ഥലങ്ങൾ മാർക്ക് ചെയ്തിട്ടുള്ള സമഗ്രമായ ഓറഞ്ച് ബുക്കാണ്. അതും സംസ്ഥാന സർക്കാർ പൂർണ്ണമായി അവഗണിച്ചു. ഇത് മണിക്കൂറുകൾ വൈകിയ ശേഷമാണ് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ നടപടികൾ കടക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻകരുതൽ നടപടികൾ വേഗത്തിലാക്കാനായില്ല. ഒപ്പം തന്നെ അതിതീവ്ര മഴയും പ്രളയ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ച് മാറ്റാനുള്ള കാര്യത്തിൽ വീഴ്ച വരുത്തി. ദുരന്തത്തിൻ്റെ തീവ്രത കൂട്ടുന്നതിന് കാരണമായി എന്ന സാധ്യതയാണ് പറയുന്നത്. വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ, ആശുപത്രികൾ എന്നിവ ചേർത്ത് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയ നിർദ്ദേശത്തിലും സംസ്ഥാന സർക്കാർ നടപടിയെടുത്തിട്ടില്ല. ജലനിരപ്പ് ഉയരുമെന്ന് വ്യക്തമാക്കിയിട്ടും മൂഴിയാർ അണക്കെട്ടിൻ്റെ ഷട്ടർ തുറക്കുന്നതിന് അറിയിപ്പ് നൽകിയിട്ടില്ല. അങ്ങനെ പല ജാഗ്രതാ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും സംസ്ഥാന സർക്കാർ അവഗണിച്ചു. അതായത് ഇത് സംബന്ധിച്ചിട്ടുള്ള ഇപ്പോൾ സമീപ ദിവസങ്ങളിലുണ്ടല്ല വിമർശനങ്ങളിലെല്ലാം പറയുന്നത് റവന്യൂ വകുപ്പും മുഖ്യമന്ത്രിയുടെ ഓഫീസും 2 ഓഫീസുകൾ മറ്റ് സർക്കാർ സംവിധാനങ്ങളുമായി ഏകോപിപ്പിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒന്ന് റവന്യൂ വകുപ്പും തദ്ദേശ സ്ഥാപനങ്ങൾ, ഒപ്പം തന്നെ ആരോഗ്യവകുപ്പ്, ഫയർഫോഴ്സ് തുടങ്ങിയ സംവിധാനങ്ങൾ, ഇത്തരം സംവിധാനങ്ങൾ സജ്ജമായി ഒന്നിച്ച് പ്രവർത്തിക്കുകയും ജനങ്ങൾക്ക് വ്യക്തമായ അലർട്ട് നൽകുകയും വേണം. ഈ അലർട്ട് അനുസരിച്ചുള്ള ജാഗ്രതാ നടപടികളാണ് പ്രാദേശിക സർക്കാരുകൾ എടുക്കുന്നത്. അങ്ങനെ ജനം ഉണർന്ന് പ്രവർത്തിക്കുകയും സ്വയം മാറി താമസിക്കേണ്ട അടക്കമുള്ള നിർദ്ദേശങ്ങൾ ജനം പരിഗണിക്കുകയും ചെയ്യും. പക്ഷേ അത്തരത്തിലുള്ള നിർദ്ദേശം ആദ്യ മണിക്കൂറുകൾ സംസ്ഥാന സർക്കാരിന് വൈകി. തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്ര വരുന്നത്, അദ്ദേഹത്തിൻ്റെ പൊന്നാനിയിലെ വിരുന്ന് വരുന്നത്. അദ്ദേഹം ജില്ലാ കളക്ടർമാരെ ഫോണിലാണ് മുഖ്യമന്ത്രി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നമുക്കറിയാം, കഴിഞ്ഞ 2018 പ്രളയകാലം മുതൽ ഈ ജൂലൈ മാസം, ആഗസ്റ്റ് മാസം തന്നെ നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റി, ഒപ്പം തന്നെ റവന്യൂ വകുപ്പൊക്കെ തന്നെ വ്യക്തമായ അലർട്ടിലായിരിക്കും. അതിനനുസരിച്ചുള്ള യോഗങ്ങൾ വിളിച്ചു ചേർക്കും. ഒപ്പം തന്നെ കളക്ടർമാരുടെ യോഗം വിളിക്കും. മുഖ്യമന്ത്രി തന്നെ നേരിട്ടിറങ്ങും. റവന്യൂ വകുപ്പ് മന്ത്രി പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം സന്ദർശിക്കും. അതാത് മന്ത്രിമാർക്ക് ജില്ലകളുടെ ചുമതല നൽകും. ജില്ലയിൽ ചുമതലയുള്ള മന്ത്രിമാർ
പ്രത്യേകത്തിൽ ഏകോപനം നടത്തും. കളക്ടർമാരുമായി ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടുള്ള അടിയന്തര യോഗം നടത്തും. പ്രത്യേകിച്ച് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തേണ്ട നിർദ്ദേശങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർക്കും ഒപ്പം തന്നെ കേന്ദ്ര സേനയുടെ സഹായം വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള അലർട്ട് കേന്ദ്ര സർക്കാർ നൽകും. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ ഒരു മുന്നൊരുക്കം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് ആദ്യ പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനും ജനങ്ങളുടെ മരണത്തിലേക്കും നിരവധി പേരുടെ മരണത്തിലേക്കും ഈ ഒരു ദിവസം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. എത്രയോ മനുഷ്യർ ഈ വെള്ളപ്പൊക്കത്തിൽ മരണപ്പെട്ടു പോയിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണല്ലോ ഇപ്പോൾ റാന്നിയിലും അതുപോലെ തന്നെ പാലായിലുമാണല്ലോ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഈ മഴക്കാലത്ത് നമ്മൾ കണ്ടത്. ഈ കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നുവെങ്കിൽ, അവിടെ പ്രളയമുണ്ടാകുമെന്ന സൂചനകൾ നൽകിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവിടുത്തെ കച്ചവടക്കാർക്കടക്കം അവിടുത്തെ മനുഷ്യർക്കടക്കം അവരുടെ വസ്തുക്കൾ സുരക്ഷിതമായി മാറ്റാൻ സമയം കിട്ടുമായിരുന്നു. എന്നാൽ ഇതൊന്നും നൽകാതെ വിളിച്ചു വരുത്തിയ ദുരന്തമായി മാറുകയായിരുന്നു അല്ലേ? അങ്ങനെ തന്നെ വേണം ഈ ഘട്ടത്തിൽ ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ചു എന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ. തീർച്ചയായും നമുക്ക് 2018 മുതൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് 8ാമത്തെ വർഷമാണ്. നമ്മൾ 2018 നമ്മൾ ആദ്യഘട്ടത്തിൽ പകച്ചുപോയി. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനൊരു മുന്നനുഭവമില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ കൃത്യമായി വാർഷിക കലണ്ടർ കറക്റ്റായി ജൂലൈ മാസത്തോടു കൂടി ഇങ്ങനെ അലർട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ജാഗ്രതയായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും, അലർട്ട് നൽകും. മനു തന്നെ ഇപ്പോൾ സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. താഴത്തെ നിലയിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്കും വീടുകളിൽ നിന്ന് ഫർണിച്ചറുകൾ എടുത്തു മാറ്റാൻ, കടകളിൽ നിന്ന് സാധനങ്ങൾ എടുത്തു മാറ്റാൻ ഇതൊക്കെ കഴിയുമായിരുന്നു. അതാണ് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം. ഇനി ആ ബിസിനസ്സൊക്കെ ആ ചെറുകിട കച്ചവടക്കാരൊക്കെ തന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ എത്ര കാലമെടുക്കും, എത്ര സഹായം സർക്കാരിന് നൽകാൻ കഴിയും? ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത അലർട്ട് വളരെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാര്യം 2018 മുതൽ നമ്മൾ പഠിച്ച പാഠം 2019, 2020, 2021 ഓരോ വർഷവും നമ്മൾ കൃത്യമായി ഈ കലണ്ടർ അനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ വളരെ ഗൗരവത്തോടെ കണ്ടിരുന്നു. അപ്പോൾ ആ അലർട്ടുകൾ വരുന്നതനുസരിച്ച് തദ്ദേശ സർക്കാരുകൾക്കും ജനപ്രതിനിധികൾക്കും ഒപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകർക്ക് തന്നെ നിർദ്ദേശം നൽകാനും റവന്യൂ ഉദ്യോഗസ്ഥരുടെ ജാഗ്രതാ നടപടിക്ക് അനുസരിച്ചുള്ള ജനങ്ങൾക്ക് ഒരുങ്ങാനും കഴിയുമായിരുന്നു. അതിൽ മണിക്കൂറുകൾ, ഓരോ മിനിറ്റും മനു പറഞ്ഞതുപോലെ ഓരോ മണിക്കൂർ, ഓരോ മിനിറ്റും, ഓരോ സെക്കൻഡും ഈ കാര്യത്തിൽ നിർണായകമാണ്. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും റവന്യൂ മന്ത്രിയുടെ ഓഫീസും വ്യക്തമായി ഗൗരവത്തോടെ ആദ്യഘട്ടത്തിൽ കണ്ടില്ല, ഉദ്യോഗസ്ഥരുടെ ഏകോപനം നടത്തിയിട്ടില്ല. ഒപ്പം തന്നെ തദ്ദേശ സർക്കാരുകളുടെ സഹായത്തോടുകൂടി റവന്യൂ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ ആ ഘട്ടത്തിൽ പ്രാദേശികമായി ലഭിച്ചുമില്ല എന്നതാണ്. അതാണ് പലയിടത്തും ഇതിൻ്റെ ആഘാതം കൂട്ടാനുള്ള കാരണം. അതുകൊണ്ട് ഇത് ഇനിയെങ്കിലും അടിയന്തരമായി മുഖ്യമന്ത്രി പല യാത്രകൾ നടത്തുന്നു, സ്വകാര്യ യാത്രകൾ നടത്തുന്നു, അദ്ദേഹം ഹെലികോപ്റ്റർ യാത്ര നടത്തുന്നു, അദ്ദേഹം വിരുന്ന് സത്കാരത്തിൽ പങ്കെടുക്കുന്നു. അതുകൊണ്ട് ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് വീണ്ടും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് യോഗം ചേരുകയോ റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കൂടുതൽ അലർട്ടായി പരിഗണിക്കപ്പെടുകയൊക്കെ ചെയ്യും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഇന്ന് അത്തരത്തിൽ എന്തെങ്കിലും അറിയിപ്പുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള യോഗം മുഖ്യമന്ത്രി നേരിട്ട് വിളിക്കുകയോ നേരിട്ട് ഇടപെടുകയോ ചെയ്യുന്നതിന്റെ ഒരു വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? മനു, നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. നിർഭാഗ്യവശാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നോ അങ്ങനെ അടിയന്തര യോഗം വിളിക്കുകയോ പ്രത്യേകിച്ച് പ്രാദേശികമായ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെടുന്ന തരത്തിലുള്ള ഓൺലൈൻ മീറ്റിംഗിനെ കുറിച്ചോ ഇപ്പോഴും അറിയിപ്പ് വന്നിട്ടില്ല. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്ന് നൽകുന്ന അലർട്ട് അനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ, അതിൻ്റെ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഘട്ടത്തിൽ നൽകുന്നത്. ഒപ്പം തന്നെ സർക്കാർ പുറത്തിറക്കുന്ന റിലീസുകളുണ്ട്. ആ റിലീസുകൾ അനുസരിച്ച് സാധാരണ വരുന്ന കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ്. ആ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമ്മൾ മാധ്യമങ്ങളിൽ നൽകുന്നുണ്ട്. പക്ഷേ ഇക്കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഭരണാധികാരികളുടെ ഒരു നീക്കമുണ്ട്. അത് മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു ഭരണാധികാരിയുടെ ഇച്ഛാശക്തിയൊക്കെ ഈ കാര്യത്തിൽ ഏറ്റവും പ്രാധാന്യമാണ്. കഴിഞ്ഞ ദിവസം മുൻ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതുപോലെ കഴിഞ്ഞ 10 വർഷം മുന്നിൽ നിന്ന് നയിക്കാൻ ഒരാളുണ്ടായിരുന്നു, ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. അതേ രീതിയിലേക്ക് ഉണർന്ന് പ്രവർത്തിക്കാൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് കഴിയട്ടെ എന്ന് പ്രത്യാശിക്കാം. മനു, തീർച്ചയായും ആ പ്രത്യാശ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുൻപിൽ ബാക്കിയുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഓക്കെ, താങ്ക് യു നിർമ്മൻ. നമുക്ക് പിന്നീട് കാണാം. ഏതായാലും നമ്മുടെ മുൻപിലേക്ക് വരുന്ന വിവരങ്ങൾ അതീവ ഗൗരവതരമാണ്. ജൂലൈ മാസം 31-ാം തീയതി പകൽ 3 മണിക്ക് കേന്ദ്ര സർക്കാരിന്റെ 7 പേജുള്ള കാലാവസ്ഥാ റിപ്പോർട്ടാണ് സംസ്ഥാന സർക്കാരിന്റെ മുൻപിലേക്ക് വന്നത്. അതിൽ പ്രളയത്തിന് സാധ്യതയുണ്ട് എന്നും ആ പ്രളയ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി അടയാളപ്പെടുത്തിയിരുന്നു. ഓറഞ്ച് ബുക്ക് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാർ ആ മുന്നറിയിപ്പിനെ ഗൗരവത്തിലെടുക്കുകയോ അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തില്ല. അതിന്റെ അനന്തരഫലമാണ് ഇന്ന് പലയിടങ്ങളിലും നാട് അനുഭവിച്ചുകൊണ്ടിരുന്നത്.